നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ, ഫിറോസ് ഭായ് അങ്ങേര് ദിനോസറിന് കിട്ടിയ വരെ ഫ്രൈ ആക്കി, ഗ്രില്ലാക്കി, റോസ്റ്റാക്കി, ചുട്ട് സൈസാക്കി പ്ലേറ്റ് തട്ടും എന്ന് തമാശക്കെങ്കിലും കുറേ മീമും കാര്യങ്ങളും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിനകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂപ്പരൊരു വലിയ പോത്തിനെ, മൂപ്പര് ആസ് യൂഷ്വൽ ചെയ്യുന്ന പരിപാടി തന്നെയാണ്. മൂപ്പര ചാനൽ വർഷങ്ങളായിട്ട് കാണുന്ന മലയാളികൾക്കറിയാം. പോത്തിനെ കുഴിയിൽ ഇറക്കിയിട്ടും പോത്തിനെ ക്രെയിനിൽ കെട്ടി പൊക്കിയിട്ടും പോത്ത് ഫുള്ളായിട്ട് തന്നെ അങ്ങനെ എടുത്തിട്ട് ചുട്ടിട്ടും ഒക്കെ അങ്ങനെ ഇതിന് മുമ്പും കോണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻറ്റ് വീഡിയോക്കകത്തും സെയിം പരിപാടി. ഒരു വലിയ പോത്തിനെ ഫുള്ള് മസാലയൊക്കെ തേച്ച് മൂപ്പര് ചുടാൻ വേണ്ടി നേരെ കനലിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ തള്ളി വിട്ട് ആപ്പട്ട തുടങ്ങി. എനിക്ക് തോന്നുന്നു ഫിറോസ് ചുട്ടിപ്പാറേൻ്റെ ഹെയ്റ്റ് വന്നിട്ടുണ്ട് പല വീഡിയോസിലും. അതൊക്കെ ഈ ബീഫ് ഉണ്ടാക്കുമ്പോൾ നിനക്കെന്താടാ പന്നി ഉണ്ടാക്കിയാൽ എന്നുള്ളൊരു ആസ്പെക്റ്റുള്ള സാധനങ്ങളൊക്കെയാണ് മെജോറിറ്റിയും വന്നിട്ടുള്ളത്. പിന്നെ ഈ ഭയങ്കര ലാർജ് സ്കെയിലിൽ ഈ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ വിഷ്വലി ഒരു ഭയങ്കര വാവ് അടുപ്പിക്കാൻ വേണ്ടി വലിയ സ്കെയിലിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മളെ കാണിച്ചു തരുമ്പോൾ എന്തിനാ ഇത്ര വലിയ രീതിയിൽ ഫുഡ് ഉണ്ടാക്കുക, ഇത്ര വലിയ സ്കെയിലിൽ ഫുഡ് ഉണ്ടാക്കുക, ഇത്ര വലിയ വോളിയത്തിൽ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുള്ള ഹെയ്റ്റ് വന്നിട്ടുണ്ട്. അതിനൊക്കെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ലിറ്ററലി ഫിറോസ് ചുട്ടിപ്പാറേനെ കമൻറ്റ് ബോക്സിനകത്ത് എനിക്ക് തോന്നുന്നു മെജോറിറ്റി വ്യൂവർഷിപ്പും എടുത്ത് റോസ്റ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആണ്. 250 കിലോ ഹോൾ ബീഫ് റോസ്റ്റ്, 5 മണിക്കൂർ റോസ്റ്റിങ് ഹോൾ ബഫ്ലോ തന്തൂർ. അതായത് തന്തൂരി ഉണ്ടാക്കുന്ന പോലെ, തന്തൂരി ചുടുന്ന പോലെ 250 കിലോ ഹോൾ പോത്തിനെ ചുട്ടെടുത്തു എന്നാണ് ഇങ്ങനെയുള്ള തമ്മിലിൽ നമുക്ക് മനസ്സിലാവുന്നത്. വീഡിയോൻ്റെ തുടക്കമുള്ള പോർഷൻ നമുക്കൊന്ന് കണ്ടിട്ട് കമൻറ്റ് ബോക്സിലേക്ക് ഓടിപ്പോകാം. അപ്പോൾ നമ്മളെന്താ പരിപാടി, ഈ പോത്തിനെ നമ്മളൊരു പ്രത്യേക രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോണ്ട. നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വ്യത്യസ്തമായ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ നല്ല വൃത്തിയായി കഴുകിയെടുത്ത് നമുക്ക് നല്ല മസാലയൊക്കെ തേച്ചില്ലേ അവിടെ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ പോത്തിനാ. അപ്പോൾ ഈ ഒരു പോത്തിനെ കുളിപ്പിക്കുന്നത്, പോത്തിൽ മസാല തേക്കുന്നത്, ഇത്രയും വലിയ പോത്തിനെ അങ്ങനെ എടുത്ത് ചുടുന്നത്, ഇതിലേക്ക് ഫിറോസ് ചുട്ടിപ്പാറയുടെ ഈ കോണ്ടന്റുകൾ എത്താൻ കാരണം വ്യൂവർഷിപ്പാണ്. ഞാൻ അതേ പറയും. കാരണം ഇപ്പം ഫിറോസ് ചുട്ടിപ്പാറ ഓക്കെ ഫുഡ് ഉണ്ടാക്കുന്നു, കുറേയൊക്കെ അടുത്തുള്ള കുറേ അച്ഛനമ്മമാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു, കുറേ കുട്ടികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങേര് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ കൊടുക്കുന്നു. ചാരിറ്റി ഒരു സൈഡിൽ അങ്ങേർക്കുണ്ട്. അത് അങ്ങേരുടെ വീഡിയോസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഫുഡ് അങ്ങനെ വേസ്റ്റ് ആക്കുന്നത് കണ്ടിട്ടില്ല വീഡിയോസിലെവിടെയും. പേഴ്സണലി നമുക്കത് കണ്ട് പറയാനും പറ്റില്ല. അതായത് ഉണ്ടാക്കിയൊരു സാധനം മോശമായതുകൊണ്ട് കളയുകയോ ഇല്ലെന്നൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ കണ്ട വീഡിയോസിലൊക്കെ മൂപ്പരുണ്ടാക്കിയ ഫുഡിൻ്റെ ബാക്കി വരുന്നത് മൂപ്പർ ഓരോ സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും കോണ്ടൻറ്റ് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണ്, റീച്ചിന് വേണ്ടിയിട്ടാണ്. ഫിറോസ് ചുട്ടിപ്പാറ വർഷങ്ങളായിട്ട് മലയാളികളുടെ മുന്നിൽ ഇതേപോലെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്കെയില് മാറിയത് ചാനലിൻ്റെ വളർച്ചയാണ്. ചാനൽ ഭയങ്കരമായിട്ട് വളർന്നു, വ്യൂവർഷിപ്പ് വളരെ ഭയങ്കരമായിട്ട് കൂടി. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ഫിറോസ് ചുട്ടിപ്പാറയുടെ ചാനലിൽ വരുന്ന, ഫിറോസ് ഭായിയുടെ ചാനലിൽ വരുന്ന പല വീഡിയോസും വെസ്റ്റേൺ സൈഡിൽ നിന്ന് വരുന്ന കുറേ ഇങ്ങനത്തെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളുടെ കോപ്പി വേർഷൻ അവിടുന്ന് ഇങ്ങോട്ട്. അതായത് അവർ അവിടെ അതേപോലെ തന്നെ വലിയ ടർക്കിക്കോഴി, വലിയ പോത്ത്, അങ്ങനത്തെ സെറ്റപ്പിൽ പല സാധനങ്ങളും ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ മലയാളി വ്യൂവർഷിപ്പും ഉണ്ട് കേട്ടോ. അതാ രസം, അവിടെയൊക്കെ മലയാളി വ്യൂവർഷിപ്പ് ഉണ്ട്. നമ്മുടെ ഈ തമിഴിൽ ഇതേമാതിരി വില്ലേജ് ഫുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആ ഒരു ചാനലുണ്ട്, വാങ്ക സാപ്പിട്ടുള്ള സാധനമുണ്ട്. അവരൊക്കെ ഇപ്പോൾ വലിയ സ്കെയിലിലാണ്, ഇപ്പോൾ ഫിറോസ് ചുട്ടിപ്പാറ ഉണ്ടാക്കുന്ന പോലെ വലിയ സ്കെയിലിലാണ് ഈ ഒരു വിഷ്വൽ ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് വീഡിയോസ് ഉണ്ടാക്കുന്നത്. ഈ വിഷ്വൽ ഇമ്പാക്റ്റ് ഇവർ ക്രിയേറ്റ് ചെയ്യിക്കുന്നത് വ്യൂവർഷിപ്പിന്. നമുക്ക് വീട്ടിൽ ഇപ്പോൾ റെഗുലറായിട്ട് ഇങ്ങനത്തെ സാധനം അല്ലെങ്കിൽ വൺസിൻ്റെ വൈഡ് പോലും നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ കപ്പാസിറ്റി കാണൂല ഒരു മെജോറിറ്റി ആളുകൾക്ക്. ഇപ്പോൾ ഭയങ്കര ലക്ഷറി ലൈഫുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഇങ്ങനത്തെ ഒരു സാധനം ഒരു കൗതുകത്തിന് കൊണ്ടുവന്ന് ഉണ്ടാക്കി നോക്കാമെന്നല്ലാതെ നമുക്കിത് കാണാനേ പറ്റും. കാരണം ഇത്രയും വലിയൊരു പോത്തിനെ ഒന്നിച്ച് കൊണ്ടുവരുന്നു, അത് ക്രെയിനിൽ കെട്ടിത്തൂക്കുന്നു, കുഴിയിലിട്ട് മൂടുന്നു, തന്തൂരി അടുപ്പ് കൊണ്ടുപോയി ഇടുന്നു. ഇതൊന്നും ഇപ്പോൾ ലാർജർ ദാൻ റിയൽ ലൈഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിനിമയിലൊക്കെ കാണിക്കാറില്ല, അതുപോലത്തെ സെറ്റപ്പിലേക്കാണ് ഈ ചാനൽ
വ്യൂവർഷിപ്പിൻ്റെ ഡിമാൻഡോ അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് ഇതിൽ കൂടുതലുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടോ മാറിയതാണ് ഈ ഒരു കോണ്ടന്റ് പാറ്റേൺ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. അല്ലാതെ ഫിറോസ് ചുട്ടിപ്പാറയ്ക്ക് ഇപ്പോൾ ഫുഡ് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഫിറോസ് ചുട്ടിപ്പാറ 2 വഴുതനങ്ങയോ 2 മുരിങ്ങയ്ക്കോ ഒക്കെ ഇട്ടിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ കഴിക്കുന്നതോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. കാരണം ഞാൻ അങ്ങനെയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ഡൗൺ ടു എർത്ത് മനുഷ്യനാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദ കോണ്ടന്റ്, വെൻ ഇറ്റ് കംസ് ടു ദി എന്താ പറയുക വ്യൂവർഷിപ്പ് ബേസിസ്, അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഡെഫിനറ്റ്ലി പൈസയ്ക്കാണ്. മനസ്സിലായി? മോണിറ്റൈസേഷൻ ഓണാക്കി പൈസയ്ക്ക് തന്നെയാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ വ്യൂവർഷിപ്പ് തന്നെയാണ് ഇയാൾ ഇത്രയും വലിയ സ്കെയിലിൽ വലിയ വോളിയത്തിലേക്കുള്ള ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ബേസിക് റീസൺ എന്നേ ഞാൻ പറയും. എന്താ മസാല അല്ലേ, അടിപൊളി മസാല കേട്ടോ. മണം തന്നെ ഭയങ്കര മണം. മസാല എടുത്തിട്ട് അടിപൊളി അല്ലേ, മതിയില്ലേ? ഇനി കുറച്ച് നേരം 1.5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ, മസാല പിടിച്ചിട്ടിരിക്കാം. ചൂടാ തള്ളി ഉള്ളി കേട്ടല്ലേ. ഒരുപാട് പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റപ്പ് കണ്ടിട്ടാണ് തോന്നുന്നു മെജോറിറ്റി ആളുകളും ഇതിലൊരു അതിഭീകരമായ സാധനം കിട്ടിയിട്ടുള്ളത്. കാരണം ഇത്രയും വലിയൊരു പോത്തിൽ മസാല തേക്കുന്നു. അതിൽ കുറേ പേര് വിമർശിക്കുന്നുണ്ട്, വരഞ്ഞിട്ടില്ല, ഒരു മീറ്റ് വരയണം, പിന്നെ 1/2 മണിക്കൂർ മസാല തേച്ച് വെച്ചു എന്ന് പറയുന്നുണ്ട്. അത്രയും വലിയ മീറ്റിന് 1/2 മണിക്കൂർ കൂടുതൽ വെക്കണോ, അങ്ങനത്തെ പല കുക്കിംഗ് ആസ്പെക്ട്സുകളും അവിടെ ഉണ്ട്. ഓക്കെ, അതല്ല ഞാനിവിടെ പറയുന്നത്. മെജോറിറ്റി ക്രൗഡിനും ഒരു കണ്ണിൽ തോന്നാൻ കാരണം ഒരു ഇലക്ട്രിക് ശ്മശാനത്തിലേക്ക് ഒരു ശവം കൊണ്ടുപോയി വെക്കുന്ന പോലെ ഒരു കൂടുണ്ടാക്കി അതിനകത്തേക്ക് ഈ സാധനത്തിനെ തള്ളി വിട്ട് അതിൽ അടിയിൽ തീ കത്തിക്കുന്ന ആ ഒരു സെറ്റപ്പ് കണ്ടപ്പോഴാണ് ആളുകൾ എന്ത് ചെയ്തത്, വ്യൂവർഷിപ്പ് മുഖം ചൊളിച്ചത്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച വ്യൂവർഷിപ്പ് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ആണ് ഇതിൻ്റെ ഒരു വോളിയം കൂടി തുടങ്ങിയതും ആ വോ ഫാക്ടർ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ അതേ വ്യൂവർഷിപ്പ് കമൻറ്റ് ബോക്സിനകത്ത് പറയുകയാണ് ഇത് മഹാ ബോറാണ് ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് യക്കടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ചുട്ടിപ്പാറ എന്ന് പറഞ്ഞ മനുഷ്യന് ബാക്ക് ടു നോർമലായിട്ടുള്ള കോഴിക്കറി ഈ ബീഫിനെ വെട്ടിമുറിച്ച് സെപ്പറേറ്റ് വേറെ എന്തെങ്കിലും മസാലേനെ കുറിച്ച് അടക്കമുള്ള ചർച്ചകൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നടക്കുന്നുണ്ട്. ചില സൈഡിൽ ചില ആളുകൾ ഇതിൻ്റെ മസാല സെയിം മസാലയാണ്, സെയിം കോണ്ടൻറ്റാണ്, സെയിം സാധനങ്ങളാണെന്ന് പറയുന്നുണ്ട്. സോ ഒന്ന് മാറ്റി പിടിക്കേണ്ട. നമുക്ക് നമ്മുടെ വ്യൂവർഷിപ്പ് ഡിമാൻഡ് ചെയ്യുന്നത് ഡെലിവറി ചെയ്യുക എന്നുള്ളൊരു സാധനം ഉള്ളപ്പോൾ ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് ചെയ്തേ പറ്റുന്നുള്ളൊരു അവസ്ഥയ്ക്ക് എല്ലാവരും മാറിത്തുടങ്ങും. പണം മനുഷ്യൻ്റെ കയ്യിൽ കുമിഞ്ഞുകൂടുന്നു എന്ന് തോന്നുമ്പോൾ വിവരക്കേട് ചെയ്തു കൂട്ടുന്നത് സ്വാഭാവികം. ഭാരതീയ സംസ്കാരത്തെയും മതാചാരത്തെയും മോശമായി ചിത്രീകരിക്കും വിധം സ്പർദ്ധ വളർത്തുന്ന കോണ്ടന്റ് എടുത്തതിന് നിങ്ങൾക്കെതിരെ കേസ് എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു പെർട്ടിക്കുലർ കമൻറ്റ് ഞാൻ എടുത്തു വെച്ച് വായിക്കാൻ കാരണം ചില ആളുകൾ ഈ പറഞ്ഞ ഈ മതമായിട്ട് ഇതിനെ കൂട്ടി കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഹിന്ദുക്കളുടെ ക്രിമേഷൻ ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ബോഡി ദഹിപ്പിക്കുന്ന പരിപാടി, ആ ഒരു പരിപാടിയായിട്ടൊരു സിമിലാരിറ്റി തോന്നിയിട്ടായിരിക്കണം മേ ബി ഇങ്ങനെ. പക്ഷേ ഫിറോസ് ചുട്ടിപ്പാറ ഹിന്ദു മതത്തിലെ ഈ പറഞ്ഞ ശവസംസ്കാര ചടങ്ങിനെ മോശമായ രീതിയിൽ മതാചാരത്തെ കാണിക്കുന്നു എന്നുള്ള രീതിക്കൊന്നും ചെയ്തൊന്നും ആയിരിക്കില്ല. അയാൾ ഇതിന് മുമ്പ് ഈ സാധനം ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മേ ബി ഒരു മതക്കണ്ണിലൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് തോന്നിയതായിരിക്കണം. ഓക്കെ, ഈ ഇലക്ട്രിക് ശ്മശാനം അങ്ങനെ കുറേ കമൻറ്റ് ഇതിനകത്ത് വരുന്നുണ്ടേ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഈ റെഗുലർ വ്യൂവേഴ്സ്, അതായത് ഫിറോസ് ചുട്ടിപ്പാറ എന്ന മനുഷ്യൻ്റെ റെഗുലർ വ്യൂവർഷിപ്പും ഇതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ കണ്ടിട്ടുള്ളൊരു വ്യത്യാസം. അതായത് നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ബീഫിന് ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ട് നീ പന്നീർ ഉണ്ടാക്കിയില്ല, നീ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ഒരു വീഡിയോനകത്ത് മസാലേനെ കുറിച്ചും കുക്കിംഗ് ടൈമിനെ കുറിച്ചും ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ എന്താ പറയുക
ഇത് കാണുമ്പോൾ തന്നെ എന്താ അത് ആ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ്, സാധാരണ വിഷ്വൽ ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് ഇത്രയും വോളിയത്തിൽ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നേരെ ഉൾട്ടയായിപ്പോയി മെജോറിറ്റി ആളുകൾക്ക് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു കമൻറ്റ് കൂടി നമുക്ക് നോക്കാം. ഞങ്ങളുടെ നാട്ടിൽ സ്ഥലപരിമിതിയുള്ള ഹിന്ദു ഭവനങ്ങളിൽ ഒരു മരണം നടന്നാൽ ശവദാഹപ്പെട്ടി എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ട്രക്ചറുള്ള ഒരു ബോക്സിൽ വിറകും കൊണ്ട് ചിരട്ടയും രാമച്ചവും ചന്ദനവും ചന്ദനത്തിരികളും സുഗന്ധവ്യഞ്ജനങ്ങളും എന്നിവ ചേർത്ത് ശവദാഹം നടത്താറുണ്ട്. ശവദാഹത്തെ പെട്ടിയിൽ വലിയ ഒരു ചേമ്പർ ഉണ്ടാക്കി അതിൽ കുറേ കരിയും ഇട്ട് കത്തിച്ചൊരു മുഴുവൻ പോത്തിനെ കയറ്റി പുഴുങ്ങിയെടുത്ത് കൊള്ളാം സൂപ്പർ ജ്യൂസി എന്നൊക്കെ പറഞ്ഞ് പെട്ടി വിഴുങ്ങുന്നു. ലൈക്കും വ്യൂസും നേടുന്ന മാന്യനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ലോഡ് പുച്ഛെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മതത്തിൻ്റെ ആസ്പെക്റ്റിൽ ഇത് നോക്കി കാണുന്നവർ, അവരോട് എനിക്ക് കഷ്ടം എന്നേ പറയാനുള്ളൂ. മതത്തിൻ്റെ നിങ്ങൾക്ക് കഷ്ടം എന്ന് ഞാൻ പറയുന്ന കേട്ടോ, നിങ്ങളുടെ ആസ്പെക്റ്റിൽ നിങ്ങൾക്കത് അങ്ങനെ ഒരു മതപരമായിട്ടുള്ള ചടങ്ങിനായിട്ടുള്ളൊരു സിമിലർ സാധനം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ സൈഡിലുള്ള ഷവായ ഹബ്ബ്, ഷവായി മറ്റേ ഗ്രിൽ ചിക്കൻ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നരകക്കോഴി എന്ന് കളിയാക്കി പറയും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ സാധനം തന്നെ ഓർമ്മ വരണുള്ളൂ. അത് തീൻ്റെ മുകളിൽ ഈ സാധനത്തിന് ഒന്നിച്ച് കയറ്റിട്ട് കറക്കണ പരിപാടി തന്നെയല്ലേ. അപ്പോൾ മതപരമായിട്ടുള്ള സാധനങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകാതെ അല്ലാത്ത രീതിയിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണുന്ന ആളുകൾക്ക് ഇത്രയും വലിയ വോളിയത്തിൽ ഈ സാധനത്തിനെ കയറ്റി വിട്ടിട്ട് അത് ആകെ കരിഞ്ഞു തൂങ്ങി പുറത്ത് വന്നപ്പോൾ ഒരു അരോചകമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി പറഞ്ഞിട്ട് പോവാം. ഇത് മതത്തിൻ്റെ തൊഴുത്ത് കെട്ടുന്നത് അത് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ചിന്ത മനസ്സിൽ വെച്ചിട്ടാവണമെന്നുള്ളതേ എനിക്ക് പേഴ്സണലി തോന്നുന്നുള്ളൂ. ഉള്ളിലായിട്ട് ഫയറാണ്, ഫയർ എടുത്ത് നമുക്ക് നോക്കാം. സ്മോക്ക് ഇല്ലേ, സംഗതി അടിപൊളി അല്ലേ. ചൂടാ, ഭയങ്കര ചൂടാ, ഭയങ്കര ചൂടാ. ശരിക്കും വെന്ത് ഇതായിട്ടാ. അതെ, ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഭാഗങ്ങളാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഈ കമൻ്റ് ഇടുന്ന ആളുകളെ അത്രയ്ക്ക് അങ്ങോട്ട് എഴുതി തള്ളി കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ ഒരു പോത്തിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ശരിക്കും കാണുമ്പോൾ എന്നുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്. ചില ആളുകളൊക്കെ ഈ തീപിടുത്തത്തിലൊക്കെ മരിക്കുന്ന ആളുകളുടെ ഒരു ബോഡി അതിനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇത് റിലേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് തോന്നാടെ പറയാൻ, കാരണം ആ വിഷ്വൽ എഫക്റ്റ് അങ്ങനെയാണ് സത്യത്തിൽ ഇതിനകത്ത് കിട്ടിയിട്ടുള്ളതെന്നാണ് എനിക്കും പേഴ്സണലി ഫീൽ ആവുന്നത്. അപ്പോൾ അത് മെജോറിറ്റി ആളുകളും അങ്ങനെ അത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫിറോസ് ഭായിൻ്റെ വീഡിയോ എന്താ പറയുക, ഇപ്പോൾ ഒരു സിനിമയിൽ തന്നെ നമ്മളെ ബേസിലിൻ്റെ പടത്തിലുണ്ടായിരുന്നു. ബേസിൽ പുറത്തൊരു രാജ്യത്തിരുന്നിട്ട് ഫിറോസ് ഭായ് ഉണ്ടാക്കുന്ന ബീഫ് കറി ആ ഒരു വീഡിയോ കണ്ടിട്ട് ബന്നെടുത്ത് തിന്നുകൊണ്ടിരിക്കുക, ബന്നോ ബ്രെഡായിട്ട് സാൻഡ്വിച്ചിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോൾ പല ആളുകളും അങ്ങനെയാണ്. ഇപ്പോൾ ഫിറോസ് ചുട്ടിപ്പാറ എന്ന് പറഞ്ഞ ആളുടെ വീഡിയോസ് എനിക്ക് തോന്നുന്നത് കേരളത്തിനകത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ പുറത്തുനിന്നുള്ള ആളുകൾ കാണുന്നതായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ അവർ ഈ വയലും പാടവും പിന്നെ ഈ ഉണ്ടാക്കുന്ന നമ്മളുടെ ആ ഒരു നാടൻ സാധനങ്ങളും വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് തന്നെ വയറ് നിറയുന്ന രീതിയിൽ അങ്ങനെ ഉണ്ട്. ഇപ്പം ഇവർ ഇത്രയും വോളിയത്തിൽ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ വിഷ്വലി ഇത്രയും സംഭവമായിട്ട് ഇങ്ങനത്തെ കുക്കിംഗ് ചാനലുകൾ വീഡിയോ ഉണ്ടാക്കാൻ കാരണം ഇത് കാണുന്ന ആളുകൾക്ക് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും വയറ് നിറഞ്ഞൊരു ഫീലിംഗ് കിട്ടണം. അതാണ് മെയിൻ സംഗതി. ആ സ്ഥലത്ത് നേരെ മറിച്ച് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ആളുകൾക്ക് വയറും നിറയുന്നില്ല, ആകെ ഇനി ഇത് ബീഫ് തിന്നാൻ തോന്നുന്നു എന്നുള്ളൊരു ഫീലിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം ഫിറോസ് ഭായ് നോക്കിയേ പറ്റൂ. കാരണം ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഇതിലും കൂടുതൽ ഹെയ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന സാധനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ബെറ്റർ ആയിരിക്കും. കാരണം നമ്മൾ ഇത്രയും കാലമായിട്ട് കാണുന്നൊരു ചാനലാണ്, ഇത്രയും അടിപൊളിയായിട്ട് ഗ്രോ ചെയ്തൊരു ചാനലാണ്. സോ കോണ്ടൻറ്റുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്
ആളുകളുടെ എക്സ്പെക്റ്റേഷനിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷനിലും അല്ലെങ്കിൽ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ലാർജ് വോളിയം സ്കെയിലിലേക്ക് സാധനങ്ങൾ വന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഇതിൽ ഭയങ്കര എഫേർട്ട് ഉണ്ട് കേട്ടോ അവർക്ക്. ഇവർ ഈ പെട്ടിയൊക്കെ ഒരു സ്വന്തം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. കാരണം ഇവരുടെ ഷെഡിലൊക്കെ പോയ സമയത്ത് ഞാൻ കണ്ടതാണ് അവിടെ ഇരുന്ന് പണിയെടുക്കണം. അവർ വെൽഡ് ചെയ്തും പിടിപ്പിച്ചു അവർ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇവർ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. കാരണം ഇങ്ങനത്തെ കുറേ സ്ട്രക്ചർ ഇവർ ഉണ്ടാക്കി വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത്യാവശ്യം എഫേർട്ട് എടുത്ത് കുറേ ടൈം എടുത്തുണ്ടാക്കുന്ന പരിപാടികളാണ്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോഴത്തെ വ്യൂവർഷിപ്പിന് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ എസ്പെഷ്യലി ആളുകൾക്കത് ഭയങ്കര ഒരു അക്ക് ഫീലിംഗ് ആയിട്ടുണ്ട്. അത് പിന്നെ ഉള്ളു വെന്തിട്ടുണ്ടോ അല്ലെങ്കിൽ മസാല പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർ ബീഫാണ്. ബ്രിസ്ക്കറ്റ് പോലുള്ള സാധനങ്ങളിലൊന്നും ഇങ്ങനെ വലിയ ബ്രിസ്ക്കറ്റ് പിന്നെ അത്രയും സ്ലോ കുക്ക് ചെയ്ത് കുറേ സമയം എടുത്തുണ്ടാക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ ഇതൊരു പെട്ടിക്കകത്ത് 6-7 മണിക്കൂർ ഇരുന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് ഉള്ളിലുള്ള ഇറച്ചി ആ മീറ്റിൻ്റെ ടേസ്റ്റ് തന്നെ ആ മീറ്റ് പുറത്തേക്ക് വരുമ്പോൾ തന്നെ അറിയാം പൊട്ടി വീണെല്ലാം അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ അത് തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ടാവും സാധനം. കുക്കാവാത്ത പ്രശ്നമൊന്നുമില്ല. ബട്ട് ആ ഒരു മീറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ സാധനം ഇഷ്ടപ്പെടും. മസാലയ്ക്ക് ഇതിൽ വലിയ റോളുള്ളതായിട്ട് എനിക്ക് പോസിറ്റീവ് ഫീൽ ചെയ്തില്ല. കാരണം മസാലയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടാവും. മസാല ഇങ്ങനെ ഇറച്ചിയിൽ ഇറങ്ങുമോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കാരണം മുകളിൽ ഫാറ്റിൻ്റെ മുകളിലും കൂടിയാണ് വെള്ള കളർ അതിൻ്റെ മുകളിലാണ് തേച്ചിട്ടുള്ളതെന്ന് തോന്നുന്നത്. കുറച്ചൊരു ഫാറ്റ് ലെയർ ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ. കുക്കിംഗ് ആസ്പെക്റ്റ് ഇപ്പോൾ ഞാനൊരു കുക്കല്ല, കഴിച്ചിട്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ. കഴിച്ചിട്ട് അഭിപ്രായം പറയാമെന്നല്ലാതെ ഉണ്ടാക്കുന്നതിൽ നമുക്കൊന്നും പറയാനില്ല. ഓക്കെ, ഓരോന്നിനും ഓരോ മെത്തേഡ്, ഓരോരുത്തരും ഓരോന്ന് അഡാപ്റ്റ് ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഫിറോസ് ചുട്ടിപ്പാറ എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ ചാനൽ കുറേ കാലമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന, വില്ലേജ് ഫുഡ് ചാനൽ കുറേ കാലമായിട്ട് കാണുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന മലയാളികൾക്ക് ഈ ഒരു കോണ്ടൻറ്റിൻ്റെ മുകളിൽ ഇത്രത്തോളം ഒരു അറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി എനിക്കറിയുന്ന ഫിറോസ് ചുട്ടിപ്പാറ എന്ന് പറഞ്ഞ വ്യക്തി ഡെഫിനറ്റ്ലി അത് കറക്റ്റ് ചെയ്യും. ഇനിയൊരു കോണ്ടൻറ്റ് ചിലപ്പോൾ നമ്മൾ മലയാളികൾ കാണാത്ത രീതിയിലുള്ളൊരു വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാനും ചാൻസ് ഉണ്ട്. പിന്നെ കുറേ കോണ്ടൻറ്റുകളൊക്കെ കോപ്പി തന്നെ ആയിരിക്കും ഇവിടെ, മനസ്സിലായോ? അത് ഫിറോസ് ഭായി മാത്രമല്ല, കുറേ ചാനലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ കോപ്പി തന്നെ ആയിരിക്കും. കാരണം ഇത്രമാത്രം വേണ്ടടി ആലോചിച്ചുണ്ടാക്കണ്ടേ? ഒരു കുക്കിംഗ് എന്ന് പറഞ്ഞാൽ പല മെത്തേഡുകൾ ഉണ്ടെങ്കിൽ പോലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സും സാധനങ്ങളും വെച്ചിട്ട് ഏതൊക്കെ രീതി മൂപ്പര് കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം തീർത്തിട്ടുണ്ട് മൂപ്പര്. ഇനി മൂപ്പര് ആകാശത്ത് തൂങ്ങിക്കിടന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ ബാക്കിയുള്ളൂ തോന്നുന്നുണ്ട്. മിഡ് എയർ കുക്കിംഗ് മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നുണ്ടെങ്കിൽ ബാക്കി അങ്ങനെ എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, എന്താണെങ്കിലും ഫിറോസ് ഭായി അങ്ങനെ വലിയൊരു 250 കിലോ പോത്തിൻ്റെ ഒപ്പം ഏറെ പോയി.